രാവിലെ 8:15 ആകുമ്പോഴേക്ക് തന്നെ ഞാൻ റെഡി ആയിട്ട് ഉമ്മാർത്തിരിക്കുകയാണ്. നമുക്കിന്നൊരു ഓട്ടമുണ്ട് 8:30ക്ക്. അപ്പോൾ 8:30 വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. കാരണം വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളത്. അതുകൊണ്ട് 8:30ക്കാണ് നമുക്കിന്ന് ഓട്ടമുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പോണത്, ഇന്നലെ നമ്മൾ തൃശ്ശൂർ പാസ്പോർട്ട് ഓഫീസിൽ പോയ ഈ എക്കോ സ്പോട്ട് തന്നെയായിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ തൃശ്ശൂർക്ക് പോകുന്നത്. ഈ വണ്ടി അങ്ങനെ എടുക്കാത്തത് കൊണ്ട് കുറച്ച് നേരം ഞാൻ അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കി ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 9 മണി ആവാറായപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം 9:45 ആയപ്പോൾ തന്നെ നമ്മൾ തൃശ്ശൂർ എത്തി. തൃശ്ശൂർ കലക്ട്രേറ്റിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. കലക്ട്രേറ്റിൻ്റെ പാർക്കിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. കലക്ട്രേറ്റിൻ്റെ ഉള്ളിൽ നമുക്കൊരു പേപ്പർ ശരിയാക്കാൻ നമുക്ക് അടുത്തതായി വരേണ്ടത് അരുണാട്ടുകരയിൽ തോപ്പിൻമൂലയിലേക്കായിരുന്നു നമുക്ക് അടുത്തതായി വരേണ്ടതുണ്ടായിരുന്നത്. ഇവിടുന്ന് പേപ്പർ ശരിയാക്കിയിട്ട് വേണം നമുക്ക് പിന്നെയും കളക്ടറേറ്റിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട്. അരുണാട്ടുകരയിൽ നിന്ന് നമ്മൾ പേപ്പറെല്ലാം കളക്ട് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ കളക്ടറേറ്റിലേക്ക് തന്നെയാണ് കേട്ടോ എത്തിയത്. അവിടുത്തെ പേപ്പറെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത് മധുര വെജിറ്റേറിയൻ ഹോട്ടലിലേക്കാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്നത് കേരള വെജിറ്റേറിയൻ മീൽസ് ആണ്. നമ്മൾ ഷൊർണൂർ റോട്ടിലുള്ള വെജിറ്റേറിയൻ മധുര ഹോട്ടലിൽ വന്ന് കഴിക്കാൻ കാരണം ഇനി നമുക്ക് അടുത്തത് പോകേണ്ടത് ദയ ഹോസ്പിറ്റലിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങി. ഇനി അടുത്തത് നമ്മുടെ ദയ ഹോസ്പിറ്റലിലേക്കാണ്. ദയ ഹോസ്പിറ്റലിലെ പാർക്കിങ്ങിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാർക്കിംഗ് ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി. ഉച്ചരിഞ്ഞതുകൊണ്ടാണ് നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയത്. രാവിലെയൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും ഈ പാർക്കിങ്ങിൽ ഉണ്ടാവുക. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അവരെന്നെ വിളിച്ചു, ഡോക്ടറെ കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്ക് വന്നിക്കുകയാണ്. സമയം ഏകദേശം 4:30 ആയപ്പോൾ തന്നെ നമ്മൾ ഗുരുവായൂരെത്തി. ഗുരുവായൂരിൽ നിന്ന് ഇപ്പോൾ തൃശ്ശൂർ പോകാനും തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർക്ക് വരാനും ഇപ്പോൾ ഏകദേശം 1 അവർ മതി. കാരണം ഇപ്പോൾ ബ്ലോക്കൊന്നുമില്ല. ടാറിങ്ങൊക്കെ കഴിഞ്ഞത് കൊണ്ട് തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റോഡൊക്കെ. അങ്ങനെ അവിടെ ആ വണ്ടി കയറ്റിയിട്ടിട്ട് ഞാനിപ്പോൾ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു.